ഇന്ന് പനിയായിട്ട് നമ്മളിന്ന് ഹോസ്പിറ്റലിൽ വരുന്ന പോകണം. അപ്പം നമുക്ക് ഹോസ്പിറ്റലിൽ പോകാം. നമ്മൾ ഓട്ടോയിൽ പോകണം. സെൻറ്റ് ജോസഫ് ഹോസ്പിറ്റലാണ്. അത്തമ്മയുണ്ട്. നമ്മൾ കയറി ഓട്ടോയിൽ നേരെ ഹോസ്പിറ്റലിലേക്ക് വിടാം. നമ്മളിപ്പോൾ നമ്മുടെ സ്വന്തം വീട്ടിലാണ്. നമ്മൾ നേരത്തെ കണ്ടത് വെല്ലിത്താടെ വീടാണ്. നമ്മുടെ സ്വന്തം വീട്ടിൽ എൻ്റെ ഹോസ്പിറ്റലിൽ ബുക്ക് എടുക്കാൻ വന്നത്. അങ്ങനെ ഗൈസ് ഐ ഗോട്ട് ദിസ് ബുക്ക്. നമ്മൾ ബുക്ക് എടുത്തു. ഇതാണ് ഞങ്ങളുടെ സ്വന്തം വീട്. അപ്പോൾ കുറേ നാളെ ഇങ്ങോട്ട് വന്നിട്ട് അതുകൊണ്ട് വീടൊരു കോലമായിട്ട് കിടക്കുകയാണ്. ആരൊന്നും വിചാരിക്കല്. നമുക്ക് നേരെ ഹോസ്പിറ്റലിലോട്ട് പോകാം. അങ്ങനെ ഗൈസ് നമ്മൾ നമ്മൾ ഹോസ്പിറ്റലിൽ എത്തിയിട്ടുണ്ട്. സെൻറ്റ് ജോസഫ് പത്തനാപുരം ഹോസ്പിറ്റലിലാണ് എത്തിയിട്ടുള്ളത്. നമ്മുടെ ഹോസ്പിറ്റലിൽ കയറി ചേർന്ന് ഫോൺ യൂസ് ചെയ്യാൻ പാടില്ല. അതുകൊണ്ട് ഞാൻ ഫോൺ അടച്ചു വെക്കുന്നു. എൻ്റെ വെയിറ്റൊക്കെ നോക്കി എനിക്ക് വീണ്ടും 400 ഗ്രാം കൂടിയിട്ടുണ്ട് ഗേൾസ്. ഇത് പറയാനാണ്. അങ്ങനെ ഗേൾസ് എൻ്റെ കുറേ കാര്യങ്ങളൊക്കെ നോക്കി എനിക്ക് കുഴപ്പമൊന്നുമില്ലെന്ന് പറഞ്ഞു. ഇനിയിപ്പം കുറച്ച് കഴിഞ്ഞിട്ട് ഇനി പോകണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ബാക്കാണ്. അങ്ങനെ നമ്മുടെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിരിക്കുന്നു. എനിക്കൊരു ഗുളിക തന്നു, ചെറിയൊരു ഗുളിക തന്നു. പിന്നെ ഒരു കഫ് സിറപ്പ് തന്നു. ഗേസ് കഫ് സിറപ്പ് ഇഷ്ടമല്ല. അപ്പോൾ ഗേസ് ഞാൻ കഫ് സിറപ്പ് കുടിക്കും. പിന്നെ തമ്മിക്ക് പനിയുടെ ചെറിയൊരു സ്റ്റാർട്ടിങ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പം നമ്മളെല്ലാം കഴിഞ്ഞു. നമുക്ക് വീട്ടിൽ പോകണം. പിന്നെ നമുക്ക് വീട്ടിൽ പോയിട്ട് കാണാം. ഗേസ് കണ്ടോ ഗേസ് നമ്മളെന്താ ചെയ്യും. ഇനി നമുക്ക് വേറെ പരിപാടിയൊന്നുമില്ല. നമുക്ക് നേരെ വീട്ടിലോട്ട് വിടാം. അങ്ങനെ ഞാൻ മുമ്പിൽ ഇവരെ വെട്ടിച്ച് നടക്കുകയാണ് രണ്ടുപേരും. ഗൈസ് ഇവിടെ സെൻറ്റ് ജോസഫ് ഹോസ്പിറ്റൽ ഇതാണ്. എല്ലാവരും കണ്ടല്ലോ അല്ലേ? ഇനി കണ്ടില്ലെന്നൊന്നും പറയണ്ട. അപ്പം ഇതാണ് നമ്മുടെ സെൻറ്റ് ജോസഫ്. ഞാൻ എപ്പോഴും ഇവിടെയാണ് വരുന്നത് ഓരോ കാര്യങ്ങൾക്ക്. അപ്പം നമുക്ക് ഓട്ടോ കയറാം. പിന്നെ ഈ സൂര്യൻ കണ്ട എനിക്ക് ഭയങ്കര ഒരു ആക്രാന്തമാണ്. ഈ സൂര്യൻ ഇതിനൊരു ഫോട്ടോയും കൂടെ എടുക്കട്ടെ. ഞാൻ ഓട്ടോ കയറി. എന്നെ മുഖത്ത് ഈ കാണുന്ന മ്ലാനതയുടെ കാര്യം എനിക്ക് ഇഷ്ടമാണ്. എനിക്ക് വായിച്ചു തന്നില്ല. പകരം എടുത്ത് വയ്ക്കാൻ പറ്റും. തമ്മി തമ്മിക്ക് എന്തായിരുന്നു പ്രശ്നം കൊണ്ട് കാണിച്ചപ്പം? തലവേദന എൻ്റെ മോനെ കഴിഞ്ഞ ആരംഭമാണ്.